എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്നുള്ള ഒരു പോയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ആ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ അടുത്ത നവംബറോട് കൂടി നവംബർ മാസം നമ്മുടെ സ്കൂളുകളൊക്കെ വീണ്ടും തുറക്കാനുള്ള സാഹചര്യം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാഠഭാഗം എടുക്കുന്നതിന് കൂടെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി നമ്മുടെ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഈ വർക്കുകളൊക്കെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ പാഠഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ നമുക്ക് ആ സമയം ചെയ്യേണ്ടി വരും. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരുന്ന വർക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡൗട്ട്സുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യുകയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആ പാഠഭാഗത്തിന് ശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ എടുക്കുകയാണ്. അപ്പോൾ നോക്കുക, പേജ് നമ്പർ 50 നമുക്ക് കാണാം. ഇവിടെ ശീർഷക് പടയം അവർ അപ്പിനെ അനുഭവ ബത്തായി. നമ്മൾ ഈ ടൈറ്റിൽ വായിച്ചിട്ട് നമ്മുടെ ഒരു അനുഭവം, ഇതേപോലത്തെ ഒരു അനുഭവം പറയാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള നമുക്ക് 4 ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്വാന്തന, ഛാത്ര വ ശിക്ഷകോ കി സഹകാരിത കി മിസാൽ. സാന്ത്വനം എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇവിടെ ഛാത്ര എന്ന് പറഞ്ഞ കുട്ടികൾ, ശിക്ഷക് എന്ന് പറഞ്ഞ അധ്യാപകർ. കുട്ടികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെയുള്ള ഒരു സാന്ത്വനം. മറ്റുള്ള ഒരു പാവപ്പെട്ട ആർക്കെങ്കിലും അവിടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായിക്കും. മിസാൽ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, മാതൃകയാണ്. കുട്ടികളും അധ്യാപകരും തങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സഹായിച്ചു. ഓക്കെ, അതാണ് ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കൂ, ഗരീബ് മരീസോ കോ ഛാത്രോं की സഹായത. ഗരീബ് മരീസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട രോഗികൾ. മരീസ് എന്ന് പറഞ്ഞാൽ രോഗി, പേഷ്യൻ്റ് എന്നൊക്കെ അർത്ഥം. ഛാത്രോं की സഹായത, പാവപ്പെട്ട രോഗികൾക്ക് കുട്ടികളുടെ സഹായം, വിദ്യാർത്ഥികളുടെ സഹായം. അതാണ് രണ്ടാമത്തെ ടൈറ്റിൽ. മൂന്നാമത്തെ നോക്കൂ, കാശ്മീർ ബാഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. കാശ്മീർ വെള്ളപ്പൊക്കം. രാഹത്ത് കാര്യ ജാരി 50,000 ഇക്കട്ടെ കിയെ ബച്ചോംനെ. അതായത് രാഹത്ത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിലൂടെ 50,000 50,000 രൂപ ഇക്കട്ടെ കിയ ബച്ചോനെ കുട്ടികൾ ശേഖരിച്ചു. ഇക്കട്ടെ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, ബച്ചോം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിലൂടെ 50,000 രൂപ ശേഖരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? കാശ്മീർ വെള്ളപ്പൊക്കത്തിൽ പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഗരീബോं की मदद की योजना शुरू. ഗരീബോं की मदद എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഗരീബ്, പാവപ്പെട്ടവരെ സഹായിക്കാൻ, മദത് എന്ന് പറഞ്ഞാൽ സഹായിക്കാനുള്ള യോജന ശുരു, സംരംഭം, പദ്ധതി ശുരു, സ്റ്റാർട്ട് ചെയ്തു, ആരംഭിച്ചു എന്നൊക്കെയാണ്. ഇതേപോലെ ഇപ്പോൾ ഇത് 4 ടൈറ്റിലിൻ്റെ ഏകദേശം മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളും ഇതേപോലത്തെ ഒരു 3 ടൈറ്റിൽ, നിങ്ങളുടെ അനുഭവത്തിലൂടെയുള്ള 3 ടൈറ്റിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അതാണ് നമ്മുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതി കൊണ്ടുവരേണ്ടത്. ഇനി അതിന് താഴെ നമുക്ക് അതിനോടനുബന്ധിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. സമാജ് മേ കുച്ച് ലോഗ് ഏസേ ഹെ ജോ അപ്നെ ലിയെ നെഹിം ദൂസരോं के लिए जीते. ഇനി നോക്കൂ, സമൂഹത്തിലെ കുറച്ചാളുകൾ ഇങ്ങനെയാണ്, നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ചാളുകൾ ഇങ്ങനെയാണ്. ജോ അപ്നെ ലിയെ നെഹിം, അവർ ഒരിക്കലും അവർക്ക് വേണ്ടി ജീവിക്കില്ല. അവർ ദൂസരോं के लिए जीते, അവർ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. പേജ് നമ്പർ 51 കാണാം ഒരു ഡയറി. ആരുടെ ഡയറിയാണ്? ഡോക്ടർ രമണി അഡ്കുരി. ആരാണ് രമണി അഡ്കുരി എന്നിവിടെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, പേജ് നമ്പർ 53 കാണാം. ഡോക്ടർ രമണി അഡ്കുരി സാമുദായിക സ്വാസ്ഥ്യ ചികിത്സ, ഒരു ആരോഗ്യ പ്രവർത്തകയാണ് ഡോക്ടർ രമണി അഡ്കുരി. സാമുദായിക് എന്ന് പറഞ്ഞത് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ രമണി അഡ്കുരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായി പാവപ്പെട്ട, അതായത് ആദിവാസി മേഖലയിലൊക്കെ ഉള്ള പാവപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ജനങ്ങളുടെ ചികിത്സയും അടിസ്ഥാന ചികിത്സയും ഒക്കെ നൽകിക്കൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് അവരുടെ ഇടയിൽ അവർക്ക് ഫീസും ഒന്നുമില്ലാതെ വെറും സേവന മനോഭാവത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്
ഡോക്ടർ രമണി അഡ്കുരി. അതായത് താഴ്ന്നു നിൽക്കുന്ന ആളുകൾ, സമൂഹത്തിൽ താഴ്ന്നു നിൽക്കുന്ന ആളുകളുടെ പിന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടറിഞ്ഞ് അവരെ ചികിത്സിച്ചിട്ട് അവരെ നല്ല രീതിയിൽ ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുകയാണ് ഇവർ കഴിഞ്ഞ 20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ആരോഗ്യ മേഖലയിൽ മറ്റ് പല രീതികൾ അവർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പിന്നെ തിരിച്ച് യാതൊരു ഫീസും ആഗ്രഹിക്കാതെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് രമണി അഡ്കുരി. അവരുടെ ഒരു ഡയറിയാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ഡയറിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, ആ ഡയറിയുടെ ഭാഗമാണ് ബാത്ത് ഉസ് മംഗൾവാർക്കി. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ചത്തെ സംഭവമാണ് ഈ ഡയറിയിൽ കൊടുത്തിട്ടുള്ളത്. മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച. ഓക്കെ, ഡോക്ടർ രമണി അഡ്കുരി. ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം. आज मंगलवार है और मैं अजान कमार अभयारण्य छत्तीसगढ़ में बसे ब्राह्मणी गांव में हूँ. अपने 5 साथियों के साथ 67 किलोमीटर चलकर मैं यहाँ पहुँची हूँ. यहाँ हम हफ्ते में एक दिन क्लिनिक चलाता है. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡോക്ടർ രമണി അഡ്കുരിയുടെ ഒരു ഡയറിയാണ്, ഡയറിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ ഡയറി ഭാഗത്തിൻ്റെ പേരാണ് ബാത്ത് ഉസ് മംഗൾവാർക്കി. അന്നൊരു ചൊവ്വാഴ്ചയിലെ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച, ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം. നോക്കൂ, ആജ് मंगलवार है और मैं अजान कमार अभयारण्य छत्तीसगढ़ में बसे ब्राह्मणी गांव में हूँ. अपने 5 साथियों के साथ 65 किलोमीटर चलकर मैं यहाँ पहुँची. यहाँ हम हफ्ते में एक दिन क्लिनिक चलाता है. എന്നിട്ട് രമണി അഡ്കുരി ഈ ഡയറിയിലൂടെ അവരുടെ ആ ദിവസത്തെ സംഭവം പറയാണ്. ആജ് മംഗൾവാർ ഹേ, ഇന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. और मैं अजान कमार अभयारण्य में बसे ब्राह्मणी गांव में, ഞാൻ അഭയാരണ്യം എന്ന് പറഞ്ഞാൽ സങ്കേതം, അജാൻ കമാർ സങ്കേതത്തിൽ, അതായത് ഛത്തീസ്ഗഡിലുള്ള ഒരു കാട്ടിനുള്ളിലുള്ള ബസെ ബ്രാഹ്മണി ഗാവ്, ഒരു ബ്രാഹ്മണി ഗാവിലാണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത് ആ ചൊവ്വാഴ്ച. അപ്പിനെ 5 സാത്തിയോം കെ സാത്ത്, ഞാൻ എൻ്റെ 5 സഹപ്രവർത്തകരുടെ കൂടെ 65 കിലോമീറ്റർ ചൽക്കർ യഹാം പഹുഞ്ചി, ടൗണിൽ നിന്നും 65 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ ഈ ബ്രാഹ്മണി ഗാവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഛത്തീസ്ഗഡിലുള്ള ഈ ബ്രാഹ്മണി ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. യഹാം ഹം ഹഫ്തേ മേ എക് ദിൻ ക്ലിനിക് ചലാത്തായ്, ഇവിടെ ഞങ്ങൾ ഹഫ്തേ എന്ന വീക്ക്, ആഴ്ചയിൽ ഒരു ദിവസം ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഈ ഗ്രാമത്തിൽ, ഈ കാട്ടിനുള്ളിലുള്ള ഈ ഗ്രാമത്തിൽ എന്ത് നടത്തുന്നുണ്ട്? ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അന്ന് അവിടെ ധാരാളം രോഗികളും പിന്നെ ആദിവാസികൾ താമസിക്കുന്ന, അവിടെ ആ ഉൾമേഖലകളിൽ താമസിക്കുന്ന ധാരാളം ആളുകൾ ഈ സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആ ദിവസം അവിടെ എത്തും. അജാൻ കമാർ കെ സുന്ദർ घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे. ഈ അജാൻ കമാറിലുള്ള സുന്ദരമായിട്ടുള്ള ഈ കാട്ടിനുള്ളിലൂടെ, എങ്ങനെയാണ്? ഘനെ ജംഗലം സെ, ഇടതൂർന്ന കാട്ടിനുള്ളിലൂടെ, ഗുസർത്തെ ഹുയെ, കടന്നുപോയിക്കൊണ്ട്, കൈ ചെർണേ നാളെ, ഒരുപാട് അരുവികളും തോടുകളൊക്കെ മറികടന്ന്, പാർക്കർക്ക് മറികടന്നിട്ട് വേണം അം യഹാം പਹੁഞ്ച്, ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ വാഹനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നദികൾ മുറിഞ്ഞു കിടക്കാണ്ട്, ചെറിയ തോടുകൾ മുറിഞ്ഞു കിടക്കാണ്ട്, ഇതൊക്കെ കടന്നിട്ട് വേണം ഈ ക്ലിനിക്കിൽ, കാട്ടിനുള്ളിലുള്ള ഈ ക്ലിനിക്കിലെത്താൻ. ബർസാത്ത് കാ മോസം എന്ന് പറഞ്ഞാൽ ഒരു മഴക്കാല ദിവസമാണ്. ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ, മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. മണിയാരി നദിമേ പൂരാ പാനി അവർ നദി പർ പുൽ നെയ്യും, മഴക്കാലമായതുകൊണ്ട് തന്നെ മണിയാരി നദിയിൽ മുഴുവൻ വെള്ളമുണ്ട്. പൂരാപ്പാനി മുഴുവൻ വെള്ളമാണ്. അതുമാത്രമല്ല, അവർ നദീപ്പർ പുൽ നെയ്യും, നദീൻ്റെ മുകളിലൂടെ എന്തില്ല? പുൽ, പാലമില്ല, ബ്രിഡ്ജില്ല. ഹംനെ ജീപ്പ് കൊയ്സ് പാർ ഗഡാക്കിയ, ഞങ്ങൾ വന്ന ജീപ്പ് ഈ നദിയുടെ ഇപ്പുറത്ത് നിർത്തേണ്ടി വന്നതാണ്, ഗഡാക്കിയ എന്ന് പറഞ്ഞു. അപ്പിനെ രജിസ്റ്റർ ഉപകരണം വഗൈര സർ കെ ഊപ്പർ ഉഡായെ അവർ നദി പാർ കറി, ഞങ്ങളുടെ കയ്യിലുള്ള രജിസ്റ്ററുകളും മറ്റ് ഉപകരണങ്ങളും സ്റ്റെതസ്കോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങൾ ഈ നദി മുറിച്ച് കടക്കാൻ തീരുമാനിച്ചു. കമർ തക്ക് പാനി, കമർ എന്ന് പറഞ്ഞാൽ അരക്കെട്ട് വരെ വെള്ളമുണ്ട്, അത്രയും വെള്ളം ആ നദിയിലുണ്ട്. ബർസാത്തോമേ ജബ് നദി
നാളെ ഊഫാൻ पर होते हैं तो कई गाँव एक दूसरे से कट जाते हैं. ഈ പിന്നെ മഴക്കാലത്ത് നദിയും പുഴയും ഒക്കെ തോടും ഒക്കെ ഒന്നാവുന്ന സമയത്ത് ഈ ഗാവ് പർ ഏക് ദൂസരത്ത് കടിച്ചത്, ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് കടക്കാൻ പറ്റാത്ത സ്ഥിതി വരും. തോടും പാടവും പുഴയൊക്കെ ഒന്നാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. നദി പാർ കർണേക്ക് ബാദ് 3 കിലോമീറ്റർ ഔർ ചലന പട. നദി മുറിച്ച് കടന്നതിന് ശേഷവും 3 കിലോമീറ്റർ 3 കിലോമീറ്റർ വീണ്ടും ചലന പട, ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. ജബ് തക് ഹം ക്ലിനിക് പहुंचे പസീനെ പസീനെ ഹോ ഗയി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ക്ലിനിക്കിൽ എത്തിയ സമയത്ത് പസീനെ പസീനെ ഹോ ഗയി എന്ന് പറഞ്ഞാൽ ആകെ വിയർത്ത് കുളിച്ചു പോയിരുന്നു. പസീന പറഞ്ഞാൽ വിയർപ്പ്, ഞങ്ങളാകെ വിയർത്ത് കുളിച്ചു പോയിരുന്നു. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഡോക്ടർ രമണി അഡ്കുരി ആഴ്ചയിൽ ഒരു ദിവസം ഈ ക്ലിനിക്കിലേക്ക് എന്നും ചികിത്സിക്കാൻ വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ അവർ വരുന്ന സമയത്തുള്ള അവിടെ പ്രയാസങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ അജാൻ കമാറിന് സുന്ദരമായിട്ടുള്ള വനമേഖലയിലെ തോടുകളും പുഴകളൊക്കെ മറികടന്നിട്ട് അവർ ഈ ക്ലിനിക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ. 11:30 बजे जब हम क्लिनिक पहुंचे तो अच्छी खास भीड़ हमारा इंतजार कर रही थी. 5:30 എന്ന് പറഞ്ഞാൽ 5:30, 11:30 ബജെ, അതായത് 11:30 വരേക്ക്. ഈ സാട്ടേന്ന് മുന്നിൽ വരുമ്പോൾ അര എന്ന് കൂട്ടി പറയണം. 11 എന്ന് പറഞ്ഞാൽ 11. അപ്പോൾ 11:30 എന്ന് പറഞ്ഞാൽ 11:30 വരെ. ജബ് ഹം ക്ലിനിക് പहुंचे तो अच्छी खासी भीड़ हमारा इंतजार कर रही थी. 11:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ക്ലിനിക്കിലെത്തി. ആ സമയം അച്ചി ഭീഡ്, ഒരു വലിയ തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെയും പ്രതീക്ഷിച്ചിട്ട് ഒരു വലിയ തിരക്ക്. ഭീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം, ആൾക്കൂട്ടം എന്നൊക്കെയാണ് അർത്ഥം. അത്രയും തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇന്തിസാർ കർ രഹി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യായിരുന്നു, ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. യഹാം കൈ ഗാവം സെ ലോകത്തെ, പല ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ വരുന്നു. എങ്ങോട്ട്? ഈ ക്ലിനിക്കിലേക്ക് വരുന്നു. അഭയാരണ്യക്ക് അന്തർ ബാഹർ ദോനും ചക്കം, ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളിൽ നിന്നും വരും. ബാഹർ പുറത്തുള്ള സ്ഥലത്തെ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഈ ക്ലിനിക്കിലേക്ക് ചികിത്സ കിട്ടാനായിട്ട് വരും. അവിടെയുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവിടെ ഫീസ് വേണ്ട, പിന്നെ വളരെ നല്ല രീതിയിൽ അവിടെ ട്രീറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. 5 बजे तक तेज बारिश शुरू हो गई और अभी भी कुछ मरीज देखने बाकी. 5 മണി വരെ തേസ് ബാരിഷ്, ഭയങ്കര ശക്തമായ മഴയുണ്ടായിരുന്നു. അവർ അബീബി കുച്ച് മരീസ് ദേഖ്നെ ബാക്കി, ഇനിയും 5 മണിയായിട്ടും ഇനിയും കുച്ച് മരീസ്, കുറച്ച് രോഗികളും കൂടി ബാക്കിയുണ്ട് നോക്കാൻ. ആജ് ഹംനെ 70 മരീസ് ദേഖ, ഇന്ന് ഞങ്ങൾ 70 രോഗികളെ നോക്കി. മരീസ് എന്ന് പറഞ്ഞാൽ രോഗി, 70 രോഗികളെ നോക്കി. അബ് തക് അന്ധേര ബഹുത് ഗഹര ഗയ और बारिश भी मूसलधार है. അപ്പോഴേക്കും അന്ധേര, ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. പിന്നെ മഴയും ഒന്നിങ്ങനെ കുറച്ച് കുറയാൻ തുടങ്ങി. മുസൽദാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് പെയ്യുക പിന്നെയും നിൽക്കുന്ന രീതിയിലാണ് മുസൽദാർ എന്ന് പറയുന്നത്. അവർ അപ്പിനി ജീപ്പ് തക് തോ നെഹിം പहुंचे പായെങ്കിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീപ്പ് വരെ എത്താൻ യാതൊരു സാധ്യതയില്ലായിരുന്നു. കാരണം അത്ര ഇരുട്ടായി, മഴ വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീപ്പ് വരെ എത്താൻ കഴിയാതെ വന്നു. രാത്രി യഹി രുക്കിനെ പടക, അതുകൊണ്ട് തന്നെ രാത്രി അവിടെ താമസിക്കേണ്ടി വരും, ആ ക്ലിനിക്കിൽ നിൽക്കേണ്ടി വന്നു. हम चूल्हे के पास बैठकर गर्म दाल चावल और सागा ഭോജൻ करते. ഞങ്ങൾ അവിടെയുള്ള ചെറിയൊരു അടുപ്പുണ്ട്, അതിൻ്റെ താഴെ ഇരുന്നിട്ട്, അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഗർമ് ദാൽ ചാവൽ, ഞങ്ങൾ നല്ല ചൂടുള്ള പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ. അതായത് ഗർമ് ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്, ചാവൽ എന്ന് പറഞ്ഞാൽ ചോറ്, ചോറും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നല്ല പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വിഭവം ഞങ്ങളവിടെ ഉണ്ടാക്കി. എന്നിട്ട് അത് കഴിച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക. ഡോക്ടർ രമണി അഡ്കുരിയുടെ ഡയറിയുടെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു 3 ഉദാഹരണങ്ങൾ, അതായത് നമ്മൾ ആളുകളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 3 ഉദാഹരണങ്ങൾ നിങ്ങൾ ഈ നേരത്തെ കണ്ട അതേ ടൈറ്റിൽ പോലെ എഴുതിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. ഓക്കെ. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ്.